Watch full episodes on Jio Hotstar. പത്തിലോ അത് കണ്ടില്ലേ? ആ പാവം പെൻഗുവിന്റെ സീലിട്ട് തല്ലുന്ന കണ്ടില്ലേ? ഇതെന്താ അവര് അടിയുണ്ടാക്കായിരുന്നു, ഇപ്പതേ കളിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മോ, നമുക്ക് കഴിക്കാൻ വെച്ചെന്ന ആഹാരം അവന്മാരെ എടുത്തോണ്ട് പോയി. എന്റെ ഭക്ഷണം, ഞങ്ങളുടെ ഭക്ഷണം തിരിച്ചു തരൂ. പത്തിലോ അവരെ പിടിക്ക്. ഞാൻ അവറ്റകളെ എന്റെ ഭക്ഷണം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എനിക്ക് വിശക്കുന്നു. മോട്ടു ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർ മുഴുവനും എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞു. മുന്നോട്ട് പോകാം. ഇനി എന്തെങ്കിലും കിട്ടിയാലോ, എവിടുന്നെങ്കിലും വല്ല സഹായം കിട്ടിയാലോ. അത് വലിയേട്ടൻ നമ്മളോട് പറഞ്ഞില്ലായിരുന്നല്ലോ നമ്മളിങ്ങനെ ഐസ് മലയിലോട്ടാ കൊണ്ടുവരുന്നതെന്ന്. എന്തൊരു തണുപ്പാണ്. എന്റെ കൈയൊക്കെ മരവിച്ചു തുടങ്ങി. ഇങ്ങോട്ടാ വരുന്നതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നല്ല ചൂടുള്ള വസ്ത്രങ്ങൾ എടുത്തോണ്ട് വരായിരുന്നല്ലോ. വലിയേട്ടാ, എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്റെ പൊന്നു ചങ്കുകളെ, നിങ്ങൾക്കൊക്കെ എന്താ തണുക്കുന്നില്ലേ? ഡോക്ടർ ജഡ്ക, ഈ വസ്ത്രത്തിൽ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാമോ, ഇത്ര തണുത്ത ഈ സിറ്റുവേഷനില് നിങ്ങൾക്ക് തുണിക്കട എവിടെന്നാ കിട്ടിയത്? ഓ എന്റെ ചങ്കുകളെ, എന്റെ സഹോദരന്മാരെ, എന്റെ കാറിൽ എല്ലാ തരത്തിലുള്ള ഉടുപ്പുകളും ഉണ്ടാകും. അതിലെല്ലാവർക്കും വേണ്ടിയുള്ള സെറ്റർ ഞാൻ വെച്ചിട്ടുണ്ട് ചങ്കുകളെ. സത്യം പറഞ്ഞതിന് എന്നെ എന്തിനാ ചങ്കുകളെ ഇങ്ങനെ ഇടിക്കുന്നത്? ഇതൊക്കെ ഉണ്ടായിട്ടാണോ നേരത്തെ ഞങ്ങളോട് പറയാതിരുന്നത്? ഞങ്ങൾ എല്ലാവരും തണുത്ത് വിറയ്ക്കുന്നത് കാണുന്നില്ലേ? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ അതിന് ചോദിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെയാ പറയാ? പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചങ്കുകളെ, ഞാൻ ഇപ്പൊ തന്നെ പോയി എല്ലാവർക്കും വേണ്ടിയുള്ള സെറ്റർ എടുത്തുകൊണ്ട് വരാം. ഗസീട്ട്, താനും എന്റെ കൂടെ വാടൂ. അതെ സയന്റിസ്റ്റേ, ഈ ഇൻവിസിബിൾ പ്ലെയിനിന്റെ ടെക്നോളജി എന്റെ കയ്യിലുള്ള എല്ലാ പ്ലെയിനുകളിലും ട്രാൻസ്ഫർ ചെയ്യൂ. അങ്കാര സാർ, ഈ ജോലി അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. നമ്മൾ വലിയ വലിയ മലകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്നിൽ ഇത് റെക്കോർഡായിട്ടുണ്ട്. കാണൂ. പക്ഷേ ബോസ്, ക്യാമറയിൽ ഇത്ര മാത്രമേ റെക്കോർഡായിട്ടുള്ളൂ. എന്നെ അന്വേഷിച്ച് നടക്കാൻ ഇവന്മാർക്ക് എത്രയും ധൈര്യോ? അവരിതുവരെ എങ്ങനെ എത്തി? എങ്ങനെ ആരാ ഇവരൊക്കെ? ബോസ്, എനിക്കിവരെ അറിയാം. ഇവർ മോട്ടു പത്ലുവാണ്. ഇൻവിസിബിൾ പ്ലെയിനിലെ പൈലറ്റിനെ രക്ഷിച്ചത് ഇവരാണ്. ഇൻവിസിബിൾ പ്ലെയിൻ തപ്പി വരികയവർ. എന്നാ പോയി കണ്ടുപിടിക്കേ. അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കേ. അവരുടെ ബാക്കപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കേ. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോന്ന് കണ്ടുപിടിക്കേ. അവർക്ക് ഇതുവരെ വരാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തതെന്നും കണ്ടുപിടിക്കേ. എത്രയും വേഗം അവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിർത്ത. ഓ
ശാന്തമാകൂ ബോസ്, ശാന്തമാകൂ. തീയുടെയും ഐസിന്റെയും സംഗമം കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യൂ ബോസ്. നാളെ നേരം വെളുക്കുന്നതിനകം നമ്മുടെ ആളുകൾ അവരെ പിടികൂടിയിരിക്കും ബോസ്. അവർക്ക് ഒരു കാര്യം അറിയില്ല. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. ടോമി സിംഗ്, വേഗം ഒരു പ്ലെയിൻ അയച്ച് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടുവാ. യോ, ഈ വെല്ലേട്ടൻ എവിടെ പോയി? ഞാനിങ്ങനെ നിന്ന് തളർന്നല്ലോ. ഇത്രയും തണുത്ത സ്ഥലത്ത് ഈ ചൂട് കാറ്റ് നല്ല രസമുണ്ടല്ലോ. പത്ലു, ചൂടുള്ള മഞ്ഞുണ്ട്. എനിക്ക് ആ കാര്യം ഇന്നാണ് മനസ്സിലായത്. നിങ്ങളും ഇങ്ങോട്ട് പോര്, എന്നിട്ട് ഈ മഞ്ഞിലോട്ട് വന്നിരിക്കേ. നല്ല അടിപൊളിയായിട്ടുണ്ടെന്നേ. തണുപ്പിലും നല്ല ചൂടുള്ള മഞ്ഞ്. പത്ലു, തണുപ്പത്ത് എന്തിനാ അവിടെ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നേ? ഇങ്ങോട്ട് പോര് എന്റെ അടുത്ത്. ഈ മഞ്ഞിന് നല്ല ചൂടുണ്ടെന്നേ. എന്റെ അമ്മോ, ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിന്നാൽ പിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മമ്മി, മോട്ടു. അതേ പത്തിലു മഞ്ഞ് തന്നെ. നല്ല ചൂടുള്ള മഞ്ഞ്. ചൂട് കാലത്ത് ചൂട് കാറ്റ് വീശുന്നത് പോലെ ഇവിടെയും നല്ല ചൂട് കാറ്റ് വരുന്നുണ്ട് എന്റെ പത്തിലു. വേഗം വരൂ, വരാൻ. മോട്ടു, കരടി കരടി. എന്ത് കരടിയോ? ഈ തണുപ്പത്ത് എവിടുന്ന് കരടി വരാനാ എന്റെ പത്തിലു? എവിടെയാ കരടി? എവിടെയാ കരടി? അല്ല പത്തിലു, നീ എന്തായി പറയുന്നത്? എവിടെയാ ഉള്ള കരടി? കരടി! എന്റെ അമ്മോ. ഇതാ ചങ്കുകളെ, നിങ്ങൾക്കിടാൻ വേണ്ടി ഞാൻ സെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അമ്മോ. ഇവരെല്ലാം ആരാ? നിങ്ങളൊക്കെ ആരാ? ഒന്ന് നോക്കി കളിച്ചൂടെ? എന്റെ മോട്ടു, ഇതൊക്കെ എത്തികളാണ്. ഓടിക്കോ. പിടിക്കവരെ, പിടിക്ക്. നിക്കവിടെ. ഇത് തീർച്ചയായിട്ടും അങ്കാരയുടെ ആൾക്കാരാവും. പൊളിച്ചേ!
ഇവര് നമ്മുടെ ഭാഷ സംസാരിക്കുന്നല്ലോ. യതിച്ചേട്ടാ, ഞാൻ മോട്ടുവാണ്. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. ഇത് ചിങ്കം സാർ, ഗസീട്ടാറാം, ഇത് ഡോക്ടർ ജഡ്ക. അതെ, ഞങ്ങൾ അങ്കാരയുടെ ആൾക്കാരൊന്നുമല്ല. ഞങ്ങൾ അറിയാതെ ഇവിടെ വന്ന് പെട്ടുപോയതാ. അച്ഛാ, ഇവര് കള്ളം പറയാണ്. നമ്മുടെ ഈ സ്ഥലത്ത് അങ്കാരയുടെ ആൾക്കാരല്ലാതെ വേറെ ആരും വന്നിട്ടില്ല. അവന്മാര് നമ്മുടെ സഹോദരന്മാരെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവരെ എല്ലാരും തീർത്ത് കളയും. ഹാ സക്കീറ, നമ്മള് നിവന്മാരോട് പകരം ചോദിച്ചിരിക്കും. തീർച്ചയായിട്ടും. ഇന്ന് ഇവരുടെ കയ്യിൽ ചുമന്നു ഉരുണ്ട തീ തുപ്പുന്ന ഒരു ആയുധവും നമ്മൾ കാണുന്നില്ല. തീർത്ത് കളഞ്ഞേക്കുമാരെ. ഇത് നോക്കൂ, നിങ്ങൾ ആരുടെ കാര്യം പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങളുടെ എയറോപ്ലെയിൻ ആരോ മോഷ്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. അരുത്, ധൃതി പിടിക്കണ്ട. ഇപ്പൊ ഇവർ നമ്മുടെ കസ്റ്റഡിയിലാണ്. എപ്പോ വേണമെങ്കിലും തീർത്ത് കളഞ്ഞേക്കാം. പക്ഷേ ധൃതി എന്തിനാ? ഒന്ന് കളിപ്പിച്ചിട്ട് അവസാനിപ്പിച്ചേക്കാം. ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. എന്റെ അമ്മ, ആശ്ചര്യം തന്നെ. വായുവിൽ നിന്നും എന്താണ് വീണത്? പൊളിച്ചെടുത്തല്ലോ. 20 കൊല്ലത്തെ അനുഭവത്തിൽ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകൂ. ഇനി എനിക്ക് ഓടാൻ വയ്യ. ഈ മഞ്ഞിനകത്തൂടെ എങ്ങനെ സ്പീഡിൽ ഓടാൻ കഴിയുന്നേ? എനിക്ക് വയ്യ. ഇന്ന് നമ്മുടെ കഥ തീർന്നു തന്നെ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്കേക്ക് സ്കീസ് എവിടെന്നാ കിട്ടിയിരിക്കുന്നത്? വലിയേട്ടാ, ഈ സ്കീസ് നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നതാണ്? എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, നമ്മുടെ ബാക്ക് പാക്കിലെ സ്കീസ് ഉണ്ടായിരുന്നത്. എന്നെ വെറുതെ വിട്. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ എങ്ങനെ ഇടിക്കുന്നത്? ഞാൻ എന്താ ചെയ്തത്? സ്കീസിനെ കുറിച്ച് ഞങ്ങളോട് ആദ്യം എന്താ പറയാതിരുന്നത്? ഞങ്ങൾ ഓടി ഓടി തളർന്നു പോയില്ലേ? അവരടുത്തെത്താറായി. ഓടിക്കോ. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ ഒരു രസമുണ്ടാവുന്നത്. കോലാബാരൂദ്, ഇത്തവണ വേറെ ഒരു ഫ്ലേവർ കൊണ്ടുവരോ? പിടിച്ചോളൂ ബോസ്. വെരി ഗുഡ് പത്ലു. ഇവരുടെ കയ്യിലും ഗൺസ് ഉണ്ടോ? കൊന്നുകളയോ അവരെ, കൊന്നുകളയോ, എല്ലാവരെയും കൊന്നുകളയേ. ഓക്കെ ബോസ്. വേഗം രക്ഷപ്പെട്ടോ. ഇങ്ങോട്ടാ വരുന്നത്. എന്റെ പൈലറ്റിന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓ, എനിക്ക് തോന്നുന്നു അങ്കാരം നമ്മളെ കാണുന്നുണ്ടെന്നാ. മാത്രമല്ല, ആ പ്ലെയിനിന്ന് അവന്റെ ശബ്ദം നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്നെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ കരിച്ച് ചാമ്പലാക്കി കളയും. അങ്കാരാ, മോട്ടു പത്ലു ജോഡി വന്നുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. ബോസ്, അവർ സറണ്ടർ ആവാൻ വരുന്നെന്നാ തോന്നുന്നു.
ചിങ്കം സാർ റെഡി. യെസ് ഐ ആം കമ്മിങ്. വെരി ഗുഡ്. ഇതെന്താ? എഞ്ചിനിൽ തീ പിടിച്ചോ? മേടെ മേടെ, എഞ്ചിനിൽ തീ പിടിച്ചിരിക്കുന്നു. ഇല്ല, എന്റെ പ്ലെയിൻ, ഞാനിവരെ കൊന്നുകളയും. ഓഹോ, ശാന്തം ബോസ്, ശാന്തം. തീന്റെയും ഐസിന്റെയും സംഗമം കറക്റ്റ് ആയിട്ട് വെക്കൂ ബോസ്. കാരണം കാലാവസ്ഥ മോശമാ. എന്നിട്ട് കുറച്ച് സമയത്തിനകം എല്ലായിടത്തും ഇരുട്ടാകും. നാളെ നേരം വെളുത്താൽ ഉടനെ നമ്മുടെ ആൾക്കാര് അവരെ പിടിച്ചോണ്ട് വരുന്നതായിരിക്കും ബോസ്. നിങ്ങൾ വളരെ പരാക്രമികളാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം. അവൻ താമസിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം കണ്ടിട്ടേയില്ല. എനിക്കൊരു വാക്കു തരൂ മോട്ടു പത്ലു. എന്റെ സാബുവിനെയും തോബുവിനെയും തിരിച്ചു തരാമെന്ന്. ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു. സാബുവും ടോബുവും നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇതെന്റെ വാക്കാണ്. ഇതാണ് ആ മല. ഇതിന്റെ പുറകിൽ നിന്നാണ് അവരൊക്കെ വരുന്നത്. അതിനുശേഷം അവരെങ്ങോട്ടാ തിരിച്ചു പോണെന്ന് ഞങ്ങളിൽ നിന്ന് ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അതായത് അവര് വരുന്നത് പർവ്വതത്തിന്റെ തൊട്ട് പുറകിൽ നിന്നാണ്. ഒരുപക്ഷെ അവരിതിന്റെ പുറകിലാ താമസിക്കുന്നതെങ്കിൽ അകത്തേക്ക് കടക്കാനുള്ള ഗുഹയോ വഴിയോ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതല്ലേ ചങ്ങാതി? നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തി? സത്യസന്ധരായ കൂട്ടുകാരാകുമ്പം അവരുടെ കൂട്ടുകാരുടെ വിഷമം അവര് പറയാതെ തന്നെ കേൾക്കും അല്ലേ? ഈ പർവ്വതത്തിന്റെ അപ്പുറത്തെ വശത്ത് പോകാനുള്ള വഴി ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളുടെ പുറകെ വന്നാ മതി. വരൂ, ഫോളോ മീ. ഫോളോ മീ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും അപകടകരമായ ഭയാനകമായ വഴി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു വെരി മച്ച്. കൂട്ടുകാർക്ക് മാത്രമേ സമയത്തെത്തുവാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം. നിങ്ങളെല്ലാവരും അകത്ത് പൊക്കോളൂ. ഞാൻ ബാക്കിയുള്ളവരുടെ സഹായം ചോദിച്ചിട്ട് വരാം. അകത്തേക്ക് കേറ്. ദേ അങ്ങോട്ട് നോക്കൂ. ആ 2 എത്തികളായിരിക്കും സാബുവും ടോബുവും എന്ന് പറഞ്ഞത്. ഓ ചങ്ങുകളെ,
ഇവരുടെ താവളം കണ്ടിട്ട് ഒരു ചെറിയ എയർപോർട്ട് പോലെ ഉണ്ടല്ലോ. അത് കണ്ടില്ലേ, നമ്മുടെ ഇൻവിസിബിൾ പ്ലെയിൻ. നിങ്ങൾക്ക് ഇൻവിസിബിൾ പ്ലെയിന്റെ ടെക്നോളജി ഒരു ചിപ്പിൽ അപ്ലോഡ് ചെയ്യാൻ എത്ര സമയമെടുക്കും? ഇനി എത്ര സമയം? ആ ടെക്നോളജി മുഴുവനുമായിട്ട് സാറിന്റെ പ്ലെയിനിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം. ആരാണോ ഈ ഇൻവിസിബിൾ പ്ലെയിൻ ഉണ്ടാക്കിയത് അവർ ഇതിന്റെ ഡാറ്റ മുഴുവൻ സെക്യൂർ ആക്കി വെച്ചിരിക്കുക. അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും. ഇനി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ ജീവനോടെ കരിച്ച് ചാമ്പലാക്കി കളയും. ഒരിക്കലും മറക്കരുത്, എന്നെ നീ ദേഷ്യം പിടിപ്പിച്ചാൽ നീ കരിഞ്ഞ് ചാമ്പലായി പോവും. അല്ലല്ലല്ല അങ്കാര സാർ, ഞാൻ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കാം. 1 മണിക്കൂറിനുള്ളിൽ ശരിയാക്കി തരാം. ബോസ് തണക്കൂ, ബോസ് തണക്കൂ. തീരെ മൈസന്റെ സംഗമം പാലിക്കൂ ബോസ്. സംഗമം ശാന്തമാവൂ, ശാന്തം. അങ്കാര സാർ ഇത് കണ്ടോ? വെറും 60 മിനിറ്റ് കൊണ്ട് ഇത് മുഴുവൻ ഡൗൺലോഡ് ആവും. തീർച്ചയായും ആവും സാർ. ഈ അങ്കാര ശരിക്കും ഭയങ്കര അപകടകാരിയാണ്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമുക്ക് ആ ഡൗൺലോഡിംഗ് നിർത്തിയേ മതിയാകൂ. ഓയ് പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നിർത്തിക്ക്. ഞാൻ അങ്കാരയുടെ ചൂട് കുറയ്ക്കാനുള്ള ആന്റിഡോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ അകത്തെങ്ങനെയാ വന്നേ? ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് അപ്പ്. വരൂ, ബോസിന്റെ അടുത്തേക്ക് വരൂ. ബോസ്, ബോസ് കണ്ടില്ലേ, ഈ മോട്ടുപത്തില് ഇവിടെയും എത്തിയിരിക്കുന്നു. വരൂ വരൂ എന്റെ സുഹൃത്തുക്കളെ, മോട്ടോവിന്റെയും പത്ലുവിന്റെയും ജോഡി ഇവിടം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തിപ്പറ്റി? അകത്തേക്ക് വരാനുള്ള വഴി ആരാ പറഞ്ഞു തന്നത്? ഗേറ്റ് ആരാ തുറന്നത്? കോല ബാരൂദ് ഐസ് സ്റ്റിക്ക് കൊണ്ടുവാ. എനിച്ചേട്ടാ, എനിക്ക് കറുത്ത ഐസ്ക്രീം വേണം. പിന്നെ പത്ലുവിന് ഓറഞ്ച്, പിന്നെ ചിങ്കം സാറിന്. സാറ് നിങ്ങൾക്ക് എന്താ വേണ്ടേ? കോല ബാരൂദ്, നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവിടെ ഒരു പാർട്ടിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാ അകത്തെത്തിപ്പറ്റിയതെന്ന് ആദ്യം എന്നോട് പറ. മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് തീയിൽ കൂടെ വേണമെങ്കിലും കടന്നു വരാം, ഭയങ്കര കൊടുങ്കാറ്റിലൂടെയും പറന്നു വരാം, സമുദ്രത്തിലൂടെ വഴിയുണ്ടാക്കിയും വരാം. മാത്രമല്ല, ഭൂമി പിളർന്നു വേണമെങ്കിലും വരാം. നദിയാണെങ്കിലും കുളമാണെങ്കിലും മലയാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും. ഇയാളുടെ വായടക്ക്, അല്ലെങ്കിൽ അങ്കാര എല്ലാവരും എരിച്ച് ചാമ്പലാക്കിയിടും. മോട്ടു പത്ലുവിന് ആർക്കും. എന്റെ മോട്ടു, മതി മതി. അങ്കാരക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. മതി. ശാന്തം, ശാന്തം, ശാന്തം. ആദ്യം എല്ലാ ഭർത്താവും കഴിച്ചിട്ട് ചൂടാവും ബോസ്. മോട്ടുവും പത്ലുവും എന്തും ചെയ്യും. എന്നാൽ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം മോട്ടു പത്ലുവിന്റെ ജോഡിക്ക് പരസ്പരം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. ഇന്ന് അവരുടെ സുഹൃത്ത് ബന്ധത്തിന്റെ പരീക്ഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് കാണാം. Watch India's largest kids library only on Jio Hotstar. Download the app now.